നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടൊരു സമോസ, ഉള്ളിൽ ഒരു പൊട്ടറ്റോ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നതിൽ ഒന്ന് ബ്രെഡ് ഒന്ന് തിന്നായിട്ട് വരാൻ വേണ്ടി ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കാരണം പൊടിഞ്ഞു പോകാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ടിഷ്യൂ പേപ്പറിൽ വെക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആ വെള്ളം സ്ക്വീസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇപ്പം നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും അത് ഒരു പാക്കറ്റ് ഫുള്ളായിട്ടൊക്കെ യൂസ് ചെയ്യാതെ വരും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 5 സ്ലൈസ് ബ്രെഡ് ഇവിടെ എടുത്തിരിക്കുന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് സാധാരണ വൈറ്റ് ബ്രെഡ് ഉപയോഗിച്ചാലും മതി, കുഴപ്പമില്ല. 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണിത്. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. 5 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാം. ഇതിപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ആദ്യം ഉള്ളി വഴറ്റുമ്പോഴൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ബാക്കിയുള്ള കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം നമ്മൾ ലാസ്റ്റാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. ആ ഉരുളക്കിഴങ്ങിൽ ഒരു തടിയുടെ ഒരു തവി വെച്ചോ മറ്റോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സവാള അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ആയിക്കോളും. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലോട്ട് തണിയാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അടുത്തതായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡായിട്ട് എടുത്ത് ഈ ചപ്പാത്തിയുടെ കോല് വെച്ച് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇതൊന്ന് കനം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഞാൻ ബ്രെഡിൽ ഇത് ഫില്ല് ചെയ്യാൻ പോവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇപ്പോൾ എത്ര സ്ലൈസ് ബ്രെഡാണ് എടുത്ത് അത്രയും ഡിവൈഡ് ചെയ്തിട്ട് വെക്കാം. ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്തോട്ട് മസാല ഇങ്ങനെ വെച്ച് കൊടുക്കാം. മസാല വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ ഒട്ടി നിന്നോളും. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് സമോസ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, ഓയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് ഈ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നായിട്ടാണ്, പരുത്തം കൂടി ചെയ്യുമ്പോൾ കുറച്ച് തിന്നായിട്ടാണ് വരിക. അപ്പം നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആവണം, കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ജസ്റ്റ് വെള്ളം വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടി നിന്നോളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത്. അപ്പം ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഓയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു ഭാഗം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കി കൂടി നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ബ്രെഡ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ അധികം പണിയൊന്നുമില്ല. കുറച്ച് നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ട് വീട്ടിൽ എക്സ്ട്രാ വരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒന്ന് തിന്നാക്കിയെടുക്കും. അപ്പം ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം. വെള്ളം വെച്ച് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.